Hi guys. So yes, hi everyone. So today is October 22nd. ഞങ്ങൾ ആക്ച്വലി സുലുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് സുലുവിൻ്റെ ബർത്ത്ഡേ, October 23rd. വെരി 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 സ്മോൾ സർപ്രൈസ്. സോ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ അവൾക്ക് വേണ്ടി കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ. ടേസ്റ്റൊന്നും അറിയത്തില്ല. സോ ഞങ്ങൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയി ഇത് വാങ്ങിക്കണം എന്നുള്ളത്. ബട്ട് ഹോപ്പ്ഫുള്ളി ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് ഫ്രൂട്ട് ഫ്ലേവേർഡ് ഉണ്ട്. ബ്ലൂബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, സോ ബ്ലാക്ക് ബെറി ഉണ്ട്. ഞങ്ങൾ എനിവേ ഒരു ബ്ലൂബെറി ഓർഡർ ചെയ്യും. നീ എന്താണ് ഒന്നും പറയാത്ത? ഋഷാദ് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇല്ല, ആക്ച്വലി ബ്ലൂബെറിനെ നന്നാവും. ബ്ലൂബെറി നല്ലത് കിട്ടും. ഏത് കേക്ക് ഏതായിരുന്നു? അപ്പോൾ കേക്കൊക്കെ ഓർഡർ ചെയ്തു. ചുമ്മാ ഒരു ചായ, പിന്നെ ചിക്കൻ കബാബ് കൊള്ളാം, നല്ലൊരു സാധനം. പിന്നെ കേക്കായി. നാളെ അഫി ഒരു ഗോൾഡ് റിങ് നോക്കുന്നുണ്ടല്ലേ, റിങ് നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ട് നാളെ ഈവനിങ് ഞാനും ശോഭിയും അഫി. ഞങ്ങൾ അഫിൻ്റെ കൂടെ വർക്ക് ചെയ്തേ പറയാൻ പറഞ്ഞു. ഞാൻ ശോഭി, ഞാൻ റിഷാദ്. ഞങ്ങൾ അഫിൻ്റെ കൊളീഗ്സ് ആണ്. ഞാൻ റിഷാദ്, ഇത് ശോഭി. നാളത്തേക്കുള്ള പ്ലാനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഫി ചെറിയൊരു ഗോൾഡ് റിങ് ആക്ച്വലി നോക്കാൻ പോകാം നാളെ. സുരുവിന് ആക്ച്വലി ഇതൊന്നും അറിയില്ല. ഇന്ന് ഈവനിങ് ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ലേറ്റ് ആവുന്ന പറഞ്ഞതിന് തന്നെ സുരു അവർ കൽപ്പടിച്ചിരിക്കുക വീട്ടിൽ. നാളെ ഈ കുട്ടി സർപ്രൈസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഹാപ്പി ആകുമെന്ന് നമുക്ക് വിചാരിക്കാം. ഹായ് ഗൈസ്. അപ്പോൾ ആക്ച്വലി ഇന്ന് 23rd ആണ്. അപ്പോൾ ഇന്നാണ് സുലുവിൻ്റെ ബർത്ത്ഡേ. ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രി വിഷ് ചെയ്തായിരുന്നു സുലുവിനെ. ആക്ച്വലി വിഷ് ചെയ്തിൽ പിന്നെ അത് വേറെ പണി കിട്ടുമതായിരുന്നു. ഞാൻ ഓൾറെഡി വിഷ് ചെയ്തു. പിന്നെ ഇന്നലെ നിങ്ങൾക്ക് കണ്ടായിരുന്നില്ലേ, ഇന്നലെ കേക്കെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനും ശോഭിയും റിഷാദും കൂടെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇന്നലെ രാത്രി വിഷ് ചെയ്ത് ഗിഫ്റ്റായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് വിഷ് ചെയ്തു. ഞാൻ കിടന്ന് നല്ല അസലായിട്ട് കിടന്ന് ഉറങ്ങി. സോ സുലുവിനൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എനിക്കൊരു ചെറിയ റിങ് വാങ്ങണമെന്നുണ്ട്. ആക്ച്വലി ദിസ് ഈസ് മൈ ഫസ്റ്റ് ഗിഫ്റ്റാണ്. ഞാൻ ഇതുവരെ സുലുവിനായിട്ടൊരു സാധനം ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് കൊടുത്തിട്ടേ ഇല്ല. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഗിഫ്റ്റ്. സോ ഒരു റിങ് വാങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് വന്നിട്ടുള്ളത്. സോ അവനിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ലുലു വന്നിട്ടുള്ളത്. അവിടുന്ന് റിങ് വാങ്ങും. റിങ് വാങ്ങിയിട്ട് നമ്മൾ ഈവനിങ് അതൊന്ന് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ സഹാറ സെൻറ്ററിൽ ഉണ്ടായിരിക്കും അറൗണ്ട് 9 o'clock. സോ അവിടെ വെച്ച് നമ്മൾ എന്തായാലും നമ്മളുടെ ഈ സർപ്രൈസ് റിവീൽ ചെയ്യും. സോ സുലുവിന് ഇതുവരെ ഒന്നും അറിയത്തില്ല. സോ ബാക്കി നമുക്ക് സഹാറ സെൻറ്ററിൽ വെച്ചിട്ട് ഇന്ന് ഈവനിങ് കാണാം. ഓക്കെ.
അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മലബാർ ഗോൾഡിൽ പോയി ഒരു റിങ്ങെല്ലാം വാങ്ങി. ഓക്കെ, റിങ് ഇപ്പോൾ കാണിക്കുന്നില്ല, കൊടുത്തതിന് ശേഷം കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതന്നെ ഇനി ബാക്കിയുള്ള ബ്രാൻഡ്സ് എല്ലാം പറഞ്ഞ പോലെ തന്നെ ഈവനിങ് അവർ കേക്കായിട്ട് സഹാറ സെൻറ്ററിൽ വരും. സോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ സർപ്രൈസ് പൊളിക്കാൻ പോകുന്നത്. എന്താവുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. സ്റ്റിൽ ഞാൻ കൺഫ്യൂസിലാണ്. ഞാൻ സർപ്രൈസ് ആവുമോ അത് അവൾ സർപ്രൈസ് ആവുമെന്ന്. ബട്ട് നോക്കാം നമുക്ക് എന്തായാലും. പിന്നെ ഈ വീഡിയോൻ്റെ കാര്യം ഒരു നിലയ്ക്ക് അവൾക്ക് അറിയത്തില്ല. സോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ തന്നെ ആയിരിക്കും. അവളുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. സോ നോക്കാം. എനിക്ക് തോന്നുന്നു അവളായിട്ടും കൂടുതൽ ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റും സർപ്രൈസും ഇപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കാണ്. കാരണം ഞങ്ങളാണ് ടോട്ടൽ ഇതിൻ്റെ പ്ലാനെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങളാണ് കൂടുതൽ എക്സൈറ്റ് ആയിരിക്കുന്നത്, കാരണം എന്താവുമെന്ന് അറിയാതെ. സോ നോക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതിൻ്റെ കണ്ടിന്യൂ വ്ളോഗ് എന്തായാലും ശോഭി ആൻഡ് റിഷാദ് ചെയ്യും. സോ വെയിറ്റ് ചെയ്യും. ഓക്കെ. ഹായ് സുലു ഫാൻസ്. അപ്പോൾ ഞാൻ കേക്ക് മേടിക്കാൻ വന്നതാണ്. ഇന്നലെ നമ്മൾ ഓർഡർ ചെയ്ത് പോയ ബേക്കറി ഷോപ്പാണിത്. ഷോപ്പി അവിടെ വെയിറ്റിംഗ് ആണ്. എന്നെ അഫി സുലുവിനും കൊണ്ട് മാൾക്ക് വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ കേക്ക് കൊണ്ട് പോയിട്ട് സർപ്രൈസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. വേണ്ടി നോക്കാം. കേക്ക് ഒന്ന് കാണിച്ച്. ഇതാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ സുലു. ഓക്കെ, നൈസ്. കേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാണിച്ചു തന്നെ വരാം. സോ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് സുലുവിനെ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രഷാദ് കേക്കൊക്കെ ആയിട്ട് വന്നു. ഞങ്ങൾ അവിടെ റീച്ച് ആകുമ്പോഴത്തേക്കും സുലു അക്സലൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടാവും. പിന്നെന്താ, ആക്ച്വലി ഒരു എക്സൈറ്റിംഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഇവർ ഒരുമിച്ചുള്ള സുലുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് അബൌട്ട് ഹെർ ബർത്ത്ഡേ. സോ എങ്ങനെയുണ്ടാവും നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന്. ആയിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇല്ല, മെസ്സേജ് ചെയ്യത്തേ ഉള്ളൂ. സോ ഇതുവരെയായിട്ട് റീച്ച് ആയതുമായിട്ട് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. സോ അതുകൊണ്ട് അറിയത്തില്ല. ഞങ്ങളിതാ കേക്ക് പിടിക്കുന്നതിനകത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ വന്നിട്ട് ഞങ്ങൾ തന്നെ കട്ട് ചെയ്ത് കഴിക്കേണ്ടി വരും. ഞങ്ങൾ ആക്ച്വലി ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അഫ്സലാണെങ്കിൽ പോസ്റ്റ് മാൻ ആണ് ആക്ച്വലി. ഞങ്ങളിവിടെ അവരെ 10 മിനിറ്റ് ആയിട്ടാണ് ഇതുവരെ അവരെത്തിയില്ല. ഇപ്പൊ എത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആക്ച്വലി. പക്ഷെ ഇതുവരെയായിട്ട് ഇനി എത്തിയിട്ടില്ല. ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഉണ്ടാക്കാൻ പറ്റും. ഫൈനലി സുലു റീച്ച് ആയിട്ടുണ്ട്. ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുലുവിന് സർപ്രൈസ് ആകും, അത് സുലു സർപ്രൈസ് ആകും. ഇനിയും നമുക്ക് നോക്കാം. അതെന്തെങ്കിലുമൊക്കെ ആയാൽ മതി. നോക്കാം. ശോഭിയുടെ ശോഭി. ശോഭി ഫൈനലി എല്ലാരും ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. സുലുവിനെ മീറ്റ് ചെയ്യാൻ പോവാം. ഞങ്ങൾക്ക് തിരിച്ച് സർപ്രൈസ് അടിക്കുമെന്ന് അറിയില്ല. എങ്കിലും ഞങ്ങൾ പോവാം.
എന്ത് എന്നെ കുറെ രാവിലെ പറഞ്ഞു. അതെ അതെ സർപ്രൈസ് പറഞ്ഞിട്ട് ചെയ്യണമെന്ന്. ഇപ്പോ ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാണ്. ഒരു ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ ഇവ സർപ്രൈസ് അല്ലേ? എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണം കേട്ട് നാലാമത്തെ ബർത്ത്ഡേ ഫസ്റ്റ് ടൈമാണ് അതാണ്. അയച്ചൊക്കെ തരാമല്ലോ നാട്ടിലോട്ട്. അപ്പൊ കൊറേ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കിട്ടും. എന്തോ കാണിച്ച മതി ഇന്നലെ എന്റെ മോതിരം കൂടിക്കൊണ്ട് പോകണം. അമീൻ വയിൽ കേക്ക് തപ്പുന്ന ആൾ. ആക്ച്വലി സുലുവിന് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. സുലുവിന്റെ മാരേജ് കഴിഞ്ഞിട്ട് 3 years ആയി. ഇതുവരെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇതുവരെ ഒരു ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. കരയും ഒക്കെ ചെയ്യുകയാണ്. വെച്ചില്ല, ബിരിയാണി വെച്ചില്ല. ഞാൻ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ പോസ്റ്റ് എനിക്കറിയാം. ഞങ്ങൾ ഇന്നലെ തൊട്ട് വ്ലോഗ് ചെയ്യുന്ന. അതെ, ഇന്നലെ കേക്ക് വാങ്ങിക്കാൻ പോയതുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിരുന്നു, നേരം വൈകിന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ നേരം വൈകിയപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞായിരുന്നേ. ഓക്കെ, ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഒന്നും പ്രശ്നമല്ല. അവിടെ നിന്ന് ഇവ എന്തല്ലോ കാണിക്കുന്നുണ്ട്. ആ കേക്കിന്റെ പോലെ ഒന്ന് സുലു, ഇനി ബർത്ത്ഡേ ആയിട്ട് വേറെ എന്താ ഉണ്ട്? വേറെന്താണ് സുലു? രാത്രി ഞാൻ നേരെ വേണ്ടി നിന്ന് കൈ വെച്ചു. ഒന്നാ പിടിച്ചു വരണം കൂടി.
ഫുഡ് പറ, പിസ്സ കഴിച്ചാലോ? ആക്ച്വലി ഞങ്ങളെന്താ കഴിക്കണ്ടെന്നുള്ള ഡിസ്കഷൻ ഇപ്പൊ നടന്നുണ്ട്. ഇവിടെ എല്ലാവരും ഓരോരോ ഐറ്റംസ് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ. ഭയങ്കര വ്ലോഗറായിരുന്നല്ലോ, മിണ്ടാണ്ട് വ്ലോഗർ എന്തെങ്കിലും പറയും. അതെ പറഞ്ഞു ചിക്കൻ ചിക്കൻ പിസ്സ. ഞങ്ങൾ ചിക്കൻ പിസ്സ കഴിച്ചാലോ പിസ്സ ഹട്ടിന്റെ ഫ്രണ്ടിലുണ്ട്. സുല്ലൊന്ന് പറയാൻഡി. എന്താ എന്താ എന്തേലും പറ. ഇത് കഴിക്കാൻ പോകുന്നല്ലേ? ഞങ്ങളുടെ ഫുഡ് വന്നു, കഴിക്കാൻ പോവാണ്. യമ്മി. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാം. സുലുവിനോട് ഒരു ക്വസ്റ്റ്യൻ. സുലുവിന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സിൽ ഔട്ട് ഓഫ് 10 ഇതിപ്പോ എത്ര കൊടുക്കും? പറയണേ. എപ്പോ പറയും സുലു? എപ്പോ പറയും? സോ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോ പോവാൻ പോവാണ്. സോ സുലു, ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ തീരെ പ്രതീക്ഷയില്ല. ടഫിയുടെ ഇങ്ങനെ ഒരു സർപ്രൈസ് 50 വയസ്സിന് മിഠായി പോലും വാങ്ങി തന്നിട്ടില്ല. നാലാമത്തെ ബർത്ത്ഡേ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് അപ്പൊ കൂടെ ഉണ്ടായിരുന്നത്. ഓ ഫ്രണ്ട്സ് ഒക്കെ വലിയ പൊളിയല്ലേ. അഫിനെ കൊണ്ട് വിളിക്കും. എനിക്ക് ഇവരല്ലാണ്ടാന്ന് തോന്നാ ടഫി ആദ്യമൊക്കെ ഗിഫ്റ്റ് എനിവേ ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു. സോ ഐ ഹോപ്പ് ഇത് സുലുവിന്റെ മോസ്റ്റ് മെമ്മറബിൾ ബർത്ത്ഡേസിൽ ഒരെണ്ണമായിരിക്കും. അപ്പൊ ഞങ്ങൾ പോവാ. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. ബൈ.